ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും 16 ധാരണാപത്രങ്ങൾ കൈമാറി. പാൻ മസാല ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് ലോക്സഭ പാസാക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉമീദ് പോർട്ടലിൽ അടുത്ത 3 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും പിഴ ഈടാക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ 4-അംഗ സമിതി രൂപീകരിച്ചു. വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയത്തിലെ നിബന്ധന DGCA പിൻവലിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ. വാർത്തകൾ വിശദമായി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ ഏറ്റവും വലിയ ശക്തി ആഗോള ഐക്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ മോദി. ഇന്ത്യ റഷ്യ സൌഹൃദം ആഗോള വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आतंकवाद के विरुद्ध लड़ाई में भारत और रूस ने लंबे समय से कंधे से कंधा मिलाकर सहयोग किया है. पहलगाम में हुआ आतंकी हमला हो या क्रोकस सिटी हॉल पर किया गया कायरतापूर्ण आघात, इन सभी घटनाओं की जड़ एक ही है. भारत का अटल विश्वास है कि आतंकवाद मानवता के मूल्यों पर सीधा प्रहार है और इसके विरुद्ध वैश्विक एकता ही हमारी सबसे बड़ी ताकत है. യുക്രൈൻ വിഷയത്തിൽ സമാധാനപരവും ശാശ്വതവുമായ പരിഹാരത്തിനായി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ എത്രയും വേഗം പൂർത്തീകരിക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത്. റഷ്യൻ പൌരന്മാർക്കായി 30 ദിവസത്തെ സൌജന്യ ടൂറിസ്റ്റ് വിസ, ഗ്രൂപ്പ് ടൂറിസ്റ്റ് വിസ സേവനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന്റെ ശക്തവും പ്രധാനപ്പെട്ടതുമായ ഒരു സ്തംഭമാണ് ഊർജ്ജ സുരക്ഷയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി യൂറിയ ഉൽപാദനത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. പ്രതിരോധം, വ്യാപാരം, സാമ്പത്തികം, ആരോഗ്യം, വിദ്യാഭ്യാസം, സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും 16 ധാരണാപത്രങ്ങൾ കൈമാറി. 2030 വരെയുള്ള ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണത്തിനും ധാരണയായി. ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിലും ഇരു നേതാക്കളും പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണവും നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് പുടിനെ സ്വീകരിച്ചത്. ആദരസൂചകമായി അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണറും നൽകി. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് പുടിൻ ആദരം അർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒരുക്കുന്ന ഔദ്യോഗിക വിരുന്നിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ശീതകാല സമ്മേളനത്തിന്റെ 5-ാം ദിവസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷാ സെസ് ബില്ല് ലോക്സഭ ഇന്ന് പാസാക്കി. പാൻ മസാലയ്ക്കും സമാന വിധത്തിൽ ഹാനികരമായ ഉൽപ്പന്നങ്ങൾക്കും സെസ് ഏർപ്പെടുത്താൻ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. ഇതിൽ നിന്നും ലഭിക്കുന്ന തുക പൊതുജനാരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വേണ്ടി ചിലവഴിക്കും. ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന വസ്തുക്കളുടെ ഉപഭോഗം നിരുത്സാഹപ്പെടുത്താനാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. 40% GSTക്ക് പുറമെയാണ് പാൻ മസാല ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തുന്നത്. പോക്സോ ഭേദഗതി സ്വകാര്യ ബില്ല് 2024 രാജ്യസഭ ചർച്ചയ്ക്കെടുത്തു. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ പാർലമെന്റ് അംഗമായ ഫൌസിയ ഖാനാണ് ബില്ല് പരിഗണിക്കുന്നതിനുള്ള പ്രമേയം അവതരിപ്പിച്ചത്. അക്രമത്തിനിരയാകുകയോ മറ്റ് ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്യുന്ന സ്ത്രീകൾക്കായി സംയോജിത നിയമ പിന്തുണയും സഹായവും ലഭ്യമാക്കുന്നതിനായി 864 വൺ സ്റ്റോപ്പ് സെന്ററുകൾ പ്രവർത്തിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം കേന്ദ്രങ്ങൾ വൈദ്യസഹായം, താൽക്കാലിക അഭയം, കൌൺസിലിംഗ് തുടങ്ങിയവ നൽകുന്നതായും കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു. രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ 90% കുറഞ്ഞതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അപകടങ്ങളുടെ മൂലകാരണങ്ങൾ കണ്ടെത്തി അവ കൈകാര്യം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. റെയിൽവേ ട്രാക്കിൽ ആനകളുമായി കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്നതിനുള്ള AI അധിഷ്ഠിത സംവിധാനം ഇതിനോടകം റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
ഗ്രാമീണ മേഖലയെ ശാക്തീകരിക്കാതെ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകില്ലെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടന്ന നബാർഡ് IAMAI എർത്ത് സമ്മിറ്റ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. സഹകരണ മേഖലയുടെ വളർച്ച ഗ്രാമീണ കാർഷിക വികസനം ഉറപ്പാക്കുമെന്നും ശ്രീ ഷാ അഭിപ്രായപ്പെട്ടു. ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്കിൽ 25 അടിസ്ഥാന പോയിന്റുകളുടെ കുറവ് വരുത്തി. ഇതോടെ റിപ്പോ നിരക്ക് 5.5 നിന്നും 5.25% കുറഞ്ഞു. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഇതിലൂടെ കുറയും. മുംബൈയിൽ നടന്ന RBI ധനനയ സമിതി യോഗത്തിലാണ് തീരുമാനം. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.8 ബില്യൺ കുറഞ്ഞ് $686.2 ബില്യൺ ഡോളറിലെത്തിയതായി റിപ്പോർട്ട്. വിദേശ കറൻസി ശേഖരം $557 ബില്യൺ ആയും കുറഞ്ഞു. അതേസമയം സ്വർണ്ണ കരുതൽ ശേഖരം $1.6 ബില്യൺ ഉയർന്ന് $105.7 ബില്യൺ ഡോളറിൽ എത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉമീദ് പോർട്ടലിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും പിഴ ഈടാക്കില്ലെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു. 1,51,000-ലധികം വഖഫ് വസ്തുവകകൾ ഉമീദ് പോർട്ടലിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായും ലക്ഷക്കണക്കിന് വസ്തുവകകൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പോർട്ടലിലെ വസ്തുവകകൾ രജിസ്റ്റർ ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന 6 മാസ സമയപരിധി ഇന്ന് അവസാനിക്കും. ने भी मुतावलीस के माध्यम से उम्मीद पोर्टल में अपलोड करने के लिए जो कोशिश किया, पोर्टल में रजिस्ट्रेशन नहीं हो पाया, उनको मैं आश्वासन देना चाहता हूं कि हम आगे आपके लिए रास्ता खोलेंगे और 3 महीने तक हम कोई कठोर कदम नहीं उठाएंगे, हम कोई जुर्माना नहीं लगाएंगे. 3 महीने के समय में जितने भी वक्फ प्रॉपर्टी से मुतावलीस के जो अधीन है वो रजिस्ट्रेशन करा लीजिए. വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയത്തിലെ നിബന്ധന DGCA പിൻവലിച്ചു. ജീവനക്കാരുടെ സിക്ക് ലീവുകളും പ്രിവിലേജ് ലീവുകളും നിർബന്ധിത പ്രതിവാര വിശ്രമമായി കാണരുതെന്ന വ്യവസ്ഥയാണ് വ്യോമയാന ഡയറക്ടർ ജനറൽ പിൻവലിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് മൂലം വിവിധ വിമാന കമ്പനികൾ നേരിടുന്ന പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം. അതേസമയം ഇൻഡിഗോ എയർലൈൻസിന്റെ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ 4-അംഗ സമിതി രൂപീകരിച്ചു. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. വിഷയം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. ഇൻഡിഗോ വിമാന സർവീസുകൾ നേരിടുന്ന കാലതാമസവും റദ്ദാക്കലുകളും പരിഗണിച്ച് വ്യോമയാന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നിരന്തര ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാം മോഹൻ നായിഡു നിർദ്ദേശിച്ചു. ഇൻഡിഗോ ആഭ്യന്തര വിമാന സർവീസുകളുടെ റദ്ദാക്കലിന്റെയും വൈകലിന്റെയും പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഈ മാസം 9-ന് വോട്ടെടുപ്പ്. 2-ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ 11-നാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2-ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 50,92,00,000-ലേറെ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 47 കോടിയോളം ഫോമുകൾ ഡിജിറ്റൈസ് ചെയ്തതായും കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ഉച്ചയ്ക്ക് 1:30 വിശാഖപട്ടണത്താണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും നാളത്തെ മത്സരം നിർണായകമാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പര ഈ മാസം 9-ന് ആരംഭിക്കും. ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബെൽജിയത്തെ നേരിടും. രാത്രി 8 മണിക്ക് ചെന്നൈയിലാണ് മത്സരം. 2023-24 വർഷങ്ങളിലെ കരകൌശല അവാർഡുകൾ ഈ മാസം 9-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയ കരകൌശല വാരാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും 16 ധാരണാപത്രങ്ങൾ കൈമാറി. പാൻ മസാല ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ല് ലോക്സഭ പാസാക്കി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉമീദ് പോർട്ടലിൽ അടുത്ത 3 മാസത്തിനിടെ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും പിഴ ഈടാക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിന്റെ കാരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ 4-അംഗ സമിതി രൂപീകരിച്ചു. വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയത്തിലെ നിബന്ധന DGCA പിൻവലിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.